ചങ്ക അമ്മമ്മനെ കാണിച്ചാട്ടാ. നമ്മള് ചങ്ക അമ്മമ്മനെ കാണിച്ചറാ. നമ്മളെ ചങ്ങായിന്റെ അമ്മമ്മയാട്ടാ. ഇയാണ്ട അപ്പ കൂത്തിരിക്കുന്നുണ്ട് ഇവിടെ. അടിപൊളി. ഇതാണ്ടാ അമ്മമ്മ തുമ്മാൻ കൂത്തുന്ന കേട്ടത്. ഇപ്പൊ ചവക്കലുണ്ടാ? ഇപ്പൊ ചവിണ്ടാ? ഓ ചവക്കാൻ അടക്കില്ലോ കേട്ടാ. ഞാൻ കൊണ്ടുതരണ അടക്ക വേണാ? അടക്ക വേണാ? അടിപൊളി. തുമ്മാൻ കൂത്താ. ബാ 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 തുമ്മാൻ കൂത്ത്. കുത്തി തിന്നമ്മ. അമ്മാവക്ക് എപ്പോഴും ചവക്കാൻ പോണം കേട്ടാ. ഇപ്പൊ അമ്മാവക്ക് 100 വയസ്സ് കഴിഞ്ഞു അല്ലേ? 100 വയസ്സ് കഴിഞ്ഞില്ലേ? ആയിട്ടുണ്ടാവും. 100ലും കഴിഞ്ഞെന്നാ പറയുന്നേട്ടാ. അമ്മമ്മ എത്ര വയസ്സായി? വയസ്സ് എത്രയായി? വയസ്സ് പാടായ 100 ഈ അമ്മമ്മേന്റെ ഒരു മോളായത്. ഒരു മോളെ വീട് അപ്പുറമുണ്ട്, ഒരു മോന്റെ വീട് അപ്പുറമുണ്ട്. നമ്മളെ ഏടത്തിനെല്ലാം കൂട്ടി ഇങ്ങ് വന്നേട്ടാ. ഏടത്തമ്മ അമ്മമ്മ പോയിക്കോ. ഇതാരാന്ന്? അമ്മമ്മേ, ഇത് നമ്മളെ ഏട്ടന്റെ ഭാര്യയല്ലേ? എന്റെ ഏട്ടന്റെ ഭാര്യയാന്ന്. ഏട്ടന്റെ ഭാര്യ അന്റെ അല്ലപ്പാ. ഏട്ടന്റെ അന്റെ ഏട്ടന്റെ ഭാര്യയാന്ന്. ഏട്ടന്റെ പ്രസവിച്ചിട്ടൊന്നും ഇല്ലപ്പാ. ഏട്ടന്റെ ഭാര്യ പറയുമ്പോ അമ്മമ്മയ്ക്കോ പ്രസവിച്ചോന്ന്. അമ്മക്ക് ചെവി വെക്കൂല, വേറെ പ്രശ്നമൊന്നുമില്ല. അടുത്ത് അനിയനെല്ലാം ഉണ്ട്. അടുത്തേക്കും കയറി വാ. നമ്മളെ ചങ്ങായിന്റെ വീട് അത്. നമ്മളെ ചങ്ങായി ഉണ്ട്, ഒരു മിലിറ്ററിക്കാരൻ, അരുൺ എന്ന പേര്. ഓനിപ്പോ ലീവിന് വന്നിട്ടുണ്ട്. ഓനിപ്പോ ഇവിടെ സ്ഥലത്തില്ല. അപ്പൊ ഓന്റെ വീടായത്. ഓന്റെ അമ്മമ്മ ഇത് കേട്ടാ. ഇത് ചൂടാട് മുച്ചിലോട്ടാവിന്റെ തൊട്ടിപ്പുറം തന്നെയാണ്. തൊട്ടപ്പുറമാണ് മുച്ചിലോട്ടാവ്. അത് അനിയൻ. ഓന് വയസ്സ് തോന്നിക്കൂ. ഓന് നല്ല വയസ്സ് തോന്നിക്കൂ. മുടിയൊന്നുമില്ല, മുടിയൊന്നും പോയിന്. അനിയനെ കണ്ടിട്ട് ചോദിക്കുവാ അത് ഏട്ടനാന്നോ? ഏട്ടൻ ഗൾഫിലല്ലേ? ഏട്ടൻ ഗൾഫിലാന്ന്. പുറത്ത്. നല്ല അടിപൊളി അമ്മമ്മയാട്ടാ. അമ്മ ചാവക്കാൻ വേണ്ടിട്ട് കുത്തി വെച്ചിട്ടുണ്ട് കേട്ടാ. ചാവക്കുന്നുണ്ടല്ലേ? ബായിലുണ്ടല്ലേ? ചാവക്കാണ്ട്. അപ്പൊ അമ്മക്ക് അടക്കിയില്ല. അപ്പൊ ഇനി വരുമ്പോ ഞാൻ അടക്കി വാങ്ങിട്ട് വരാട്ടാ. ഇനി വരുമ്പോ അടക്കി വാങ്ങിട്ട് വരാട്ടാ. 2-3 മതിയാ? ഒരാഴ്ചത്തേക്കെല്ലാം കൊണ്ടു തരാം പോരെ? അമ്മമ്മ പണ്ടേ ചാവക്കുന്ന കേട്ടാ. അത് അവര് ശീലായി പോയി. എന്തുണ്ട്? സുഖാണോ? ചെവി കേൾക്കുന്നില്ല എന്നാ ചെയ്യാലേ? അതെ. പാട്ടറിയാ? പാട്ട് ഒരു പാട്ട് പാടുവാ? പാട്ടറിയാ? അമ്മമ്മക്ക് ചെവി ആക്കാത്തോണ്ട് അല്ല നല്ലോണം വർത്തനം പറയും കേട്ടാ. നല്ല അടിപൊളിയാന്ന്. ഇപ്പൊ വീട്ടിൽ അത്യാവശ്യം ഉള്ളിലത്തെല്ലാം അടിച്ചു വാരല്, ചെറിയ പണിയിലെടുക്കും കേട്ടാ. എല്ലാം അമ്മമ്മ അനിയനാണ്. എന്റെ അനിയനാണ്. അനിയ ചെറുത്. തിരിഞ്ഞിട്ടില്ല. അടിപൊളി. ഇവന്റെ ഏട്ടന്റെ ഓളല്ലേ? ഇവന്റെ ഏട്ടന്റെ ഓള് രാകേഷിന്റെ ഓളല്ലേ? രാകേഷ് നമ്മളെല്ലാം അറിയാ. രാകേഷിന്റെ 5ഓളം മറ്റ അമ്മമ്മ ഇപ്പം പോയതേ. അത്തോളം വന്നിട്ട് വീട്ടിൽ പോയിട്ട് കുത്തി കൊടുത്തേ. ആ കുത്തി പൊട്ടിക്ക്. കുറച്ച് അടക്ക കിട്ടിയില്ല അമ്മ കേട്ടാ. ഏതുണ്ടാ? കുറവല്ല, അടക്ക കുറവെന്നാണ്. കുത്ത് അടുത്തേക്ക് ഒരു പണി കൊടുക്കാം. അമ്മക്ക് ചോറ് കിട്ടിയില്ലെങ്കിലും ചവക്കാൻ പോണം കേട്ടാ. അടിപൊളി അമ്മമ്മയാന്ന്. ചെവി വെക്കാത്ത ഒരു പ്രശ്നമേ ഉള്ളൂ. നമ്മളെ ചങ്കാം കേട്ടാ. ഈ അമ്മമ്മന്റെ വീട്ടിൽ കുറെ കടഞ്ഞാന്ന്. ഇല്ലില്ല, ഓനങ്ങ് പുറത്ത്. അങ്ങയില്ലേ. ഞാൻ നമ്മളെ ചങ്ങായിന്റെ അപ്പുറം ഈ അമ്മമ്മന്റെ വീട്ടിൽ കുറെ കടഞ്ഞ കേട്ടാ. ഇപ്പൊ കൊറേ ഇങ്ങോട്ട് വരുത്തേ കുറവ് തന്നെയാന്ന്. അപ്പൊ കൊറേ ആയി വിചാരിക്കുന്ന അമ്മാമ്മന്റെ ഒരു വീട് എടുക്കണം. അപ്പൊ അങ്ങനെ ഈ വഴിക്ക് ഇങ്ങനെ വരുമ്പോ അതെ അടി നമ്മളിവിടെ പണ്ട് കിടക്കുന്ന. അപ്പൊ ഈ അമ്മാമ്മന്റെ വീട്ടിലാ. ഇവിടെ തറവാട് വീടുണ്ടേനു. അതെല്ലാം പൊളിഞ്ഞതാ. ആടെ ഒരു തറവാട് വീടുണ്ടേനു. ആടെ നമ്മള് ചെറുപ്പത്തിൽ കിടക്കലട്ടാ. അപ്പൊ അതിൽ പൊളിഞ്ഞാട്ട് വീണാഴ്ച വീട് അമ്മമ്മ ഇപ്പറൊരു വീടെടുത്തു. എന്തുണ്ട്? സുഖല്ലേ? അടിപൊളി കേട്ടാ. നമ്മളെ ചങ്ക അമ്മമ്മനെ ചോദിക്കുന്നുണ്ട് കേട്ടാ. അമ്മമ്മനെ ചോദിക്കും.
എണീച്ചാടി ഇരിക്കും, നടക്കാൻ പറ്റൂല. നമ്മള് കൈ പിടിച്ച് നടത്തണോ? കണ്ടാ മുടിയെല്ലാം കണ്ടാ, മുടി ഫുള്ളൊന്നും അരച്ചിട്ടില്ല കേട്ടാ. എന്താ 100 വയസ്സായി അമ്മമ്മക്ക്, 100 വയസ്സ് കഴിഞ്ഞെന്നാ പറഞ്ഞേ. ഇപ്പൊ നല്ല അടിപൊളിയാണ്, നല്ലോണം വർത്താനം പറയും. കണ്ടാ അമ്മമ്മന്റെ സ്നേഹം കണ്ടാ, കട്ടൻ ചായ വെച്ചിട്ട് വേണോ മോളേന്ന്. ഇത്ര സമയം ഞാൻ ഇവിടെ ഇരുന്നിട്ട് എന്നോട് ചോദിച്ചിട്ടില്ല, ആ മോളെ വേണ്ടു കേട്ടാ. അടിപൊളി. അപ്പൊ ഓക്കെ, നമ്മള് ചങ്കമ്മമ്മനെ കണ്ടില്ലേ, ചൂടാട് മുച്ചിലോട്ടാവല് കളിയാട്ടാവാനായി. അപ്പൊ കളിയാട്ടത്തിന് വന്നാൽ ഈ അമ്മമ്മനെ കാണാട്ടോ. കളിയാട്ടം എന്ന് വെച്ചാൽ ഫെബ്രുവരി 25, 26, 27, 28 കളിയാട്ടോ. ഓനങ്ങ് തൃശ്ശൂർ പോയിട്ടുണ്ട്, തൃശ്ശൂർ. നമ്മളെ ചങ്ങായിനെ ചോദിക്കുന്ന അമ്മമ്മേന്റെ കൊച്ചുമോൻ എവിടെയാ പോയിന്. ഓൻ തൃശ്ശൂരായിട്ടും പോയിട്ടുണ്ട്, ഓരോ ചങ്ങായിന്റെ വീട് പോയിട്ട്. അപ്പൊ എല്ലാവരും ചൂടാട് മുച്ചിലോട്ടാവിന്റെ കളിയാട്ടത്തിന് വന്നാൽ ഈ ചങ്കമ്മമ്മനെ കാണാം. ഏകദേശം 100 വയസ്സിന് മുകളിൽ പ്രായമുള്ള അമ്മമ്മയാണ്. അപ്പൊ കാല് വന്നാൽ തൊട്ടിപ്പുറം തന്നെ കേട്ടോ, കാവ് തൊട്ടപ്പുറമാണ്. ഇവിടെ നമ്മളെ വയലെല്ലാം എഴുതാ, അത് തൊട്ടപ്പുറം വയലാട്ടാ. അമ്മ പോട്ടെ പോട്ടെ പോട്ടെ, പിന്നെ വരാ, പിന്നെ വരാ. താറ്റ പറ, താറ്റ താറ്റ പറ, താറ്റ താറ്റ പറ. അമ്മ രണ്ടുപേരും കൊണ്ട് താറ്റ പറയുന്ന. അടിപൊളി. ഇപ്പൊ അമ്മമ്മ ചാവക്കുന്നോണ്ട് അധികം വർത്തമാനം പറയാ കേട്ടാ. ചാവക്കുന്നില്ല, നല്ലോണം വർത്തമാനം പറയും. ഒരു പാട്ടിലും പാടിപ്പിക്കാനും. ഇനി പിന്നെ ഒരു അവസരത്തിൽ പാട്ട് പാടാം. അപ്പൊ അടുത്ത് വരുമ്പോ അടക്കിയുമായിട്ട് വരണം കേട്ടോ അമ്മക്ക്. നമ്മളിപ്പം വെറും കൈയോടെ വന്നേ, ഇവിടെ കയറുന്നുള്ള പ്രതീക്ഷയിൽ വന്നതല്ല, വേറെ വഴിക്ക് ഇങ്ങനെ പോകുമ്പോ ഇവിടെ കയറിയതാണ്. അപ്പൊ നമ്മൾ നേരെ വീട്ടിലേക്ക് പോകുന്നത്. ഒന്ന് ചൂടാട് കാവ് പോണം, മുച്ചിലോട്ട് പോണം. അമ്മ ഓക്കെ, ബൈ 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 ബൈ. എന്നാ ചിരിച്ചേച്ചി, ശരി. ഇത് നമ്മളെ ചങ്ങായിന്റെ വീട് കേട്ടാ, ചങ്ങായിന്റെ വീട്. നമ്മളെ മിലിറ്ററിക്കാരനാണ്. അവനിപ്പോൾ ലീവിന് വന്നിട്ടുണ്ട്, കാവിലെ കളിയാട്ടലായതുകൊണ്ട് ലീവിന് വന്നിട്ടുണ്ട്. ഇതിന്റെ പേരെന്നാന്ന് അടുത്തയാണോട് ചോദിക്കുന്നത്, നമുക്ക് പേരറിയില്ല. ഇത് മുരിക്കിന്റെ പൂവാ, മുരിക്കിന്റെ പൂ. ഇത് നമ്മളെ ചങ്ങായിന്റെ അച്ഛന്റെ പീടിയാന്ന് കേട്ടാ. തൊട്ടപ്പുറം തന്നെ വീടും പീടിയും. ഇതാ അവൻ്റെ അച്ഛനാട് ഇരിക്കുന്നുണ്ട്, നമ്മള് ഗോവിന്ദാട്ടെ. ഇതുണ്ട് ഗോവിന്ദാട്ടാ, ഉഷാറല്ലേ? ഇവിടെ വന്ന് അടിപൊളി ചായയെല്ലാം കിട്ടും കേട്ടോ. അപ്പോൾ ആരും കാവിലെല്ലാം വരുമ്പോൾ ഇവിടുന്ന് ചായ കുടിച്ചോ. ഗോവിന്ദാട്ടെ പോവാ. ആ അവൻ നേരത്തെ വിളിച്ചേ. ഇതാ തൊട്ടിപ്പം തന്നെ വയലാട്ടാ, വയലാണ്. ഇവിടെ നെൽകൃഷി നടന്ന സ്ഥലമാണ് കേട്ടോ. ഇപ്പം ഇല്ല, ഇപ്പം പച്ചക്കറി നട്ടിട്ടുണ്ട്. ഇതാ നമ്മളെ നാട് കേട്ടാ, ഫുൾ വയലാണ്. ഇതാ വെള്ളരിക്കും ചീരയും കയ്പക്കെല്ലാം നട്ടിട്ടുണ്ട്. നമ്മൾ നേരെ മുച്ചിലോട്ടാവിലേക്ക് പോകുന്ന കേട്ടോ. അടുത്ത സാധനം ചാടിയാ, അടുത്തിട്ട് കയ്യിലെന്നാ ചോദിക്കുമല്ലേ, അത് ഓയിലാണ് കേട്ടോ. ഇന്നലെ അനിയെ പീടിയൊക്കെ പോയിട്ട് ഓയിൽ വാങ്ങിയിട്ട് സംഭവം മാറിപ്പോയി, ഓയിൽ മാറിപ്പോയി. നമ്മൾ സ്ഥിരം വീട്ടിലേക്ക് വാങ്ങുന്നത് സൺഫ്ലവർ ഓയിലാണ്. അപ്പോൾ ഇത് സാധനം മാറ്റാം. അതുകൊണ്ട് ഇത് രണ്ടാമതും തിരിച്ചു കൊടുക്കാൻ വേണ്ടി ഓൻ എടുത്തിയാണ്. ആ പീടിയൻ്റെ മുമ്പിലോട്ട് വന്നിട്ട് ഓൻ ഓർമ്മയുണ്ടായിട്ടില്ല. അതുകൊണ്ട് വീണ്ടും നമ്മളത് എടുത്തിട്ട് വീട്ടിലേക്ക് പോകുന്നു. ഈ ഇപ്പം കണ്ട പീടിയല്ല കേട്ടോ, വേറൊരു പീടിയുണ്ട്. അപ്പോൾ ആ പീടിയൻ്റെ അല്ലൂട്ട് നമ്മൾ ഇങ്ങോട്ട് വന്നേ. ഇനി അങ്ങോട്ട് പോകാൻ കഴിയില്ല, ഒരു 10-15 മിനിറ്റ് നടക്കണം. അതുകൊണ്ട് ഇനി പിന്നെ കൊടുക്കാതെ വെച്ച് ഇങ്ങോട്ട് നടന്ന് നമ്മളിതാ നമ്മൾ മുച്ചിലോട്ടാവിൻ്റെ അടുത്ത് എത്താനായിട്ടാ. അതാണ് മുച്ചിലോട്ടാവ്. കളിയാട്ടാവാനായി. അപ്പോൾ എല്ലാവരും ഞാൻ ക്ഷണിക്കുന്നത് ഫെബ്രുവരി 25, 26, 27, 28 വന്നാൽ മുച്ചിലോട്ടമ്മേനെ കാണാം. അപ്പോൾ വരുന്ന എല്ലാവർക്കും അന്നപ്രസാദം ഉച്ചക്കും രാത്രിയായിട്ടുണ്ട് കേട്ടോ. ഇതാണ് കാവിലെ കുളം. അപ്പോൾ ഇനി അങ്ങോട്ട് കളിയാട്ടത്തിൻ്റെ തിരക്കാണ്. നമ്മളെല്ലാവരും കുമ്പം തൊട്ട് അങ്ങോട്ട് കളിയാട്ടത്തിന് തിരക്കായിരിക്കും കേട്ടോ. മൊത്തം ബിസിയാണ്. എന്താ പവിയാട്ടനുണ്ട് കാവിൽ, പിന്നെ ദിവാരാട്ടനുണ്ട്. 2-3 ആൾക്കാരുണ്ട്. ഇനിയിപ്പോൾ എല്ലാ ദിവസവും വൈകുന്നേരം ഒരു ആൾക്കാരിലുണ്ടാവും. വിളക്കത്തിക്കുന്ന സമയമായി. ഇതാ വിളക്ക് കത്തിക്കുന്നുണ്ട്. കാവിൽ വിളക്ക് കത്തിക്കുന്നത് ഇവിടുത്തെ അവകാശിയായ കുഞ്ഞിരാമാട്ടനാട്ടാ. കുഞ്ഞിരാമട്ടൻ വിളക്ക് കത്തിക്കുന്നുണ്ട്. തൊട്ടപ്പുറം തന്നെ കുഞ്ഞിരാമട്ടൻ്റെ വീട് കേട്ടാ. ഈ എൻ്റെ ബാക്ക് കാണുന്നത് അറിയില്ലേ, അത് ഗുളികൻ്റെ സ്ഥാനമാണ്. എൻ്റെ നേരെ പുറകിലിതാ നാഗം, പിന്നെ ബ്രഹ്മരക്ഷസാണ്ട് ഇതിൻ്റെ മുകളിലുണ്ട്. അങ്ങോട്ട് കൈ ചൂണ്ടാൻ പറ്റില്ല, അതുകൊണ്ടാണ് പറയുന്നത് കേട്ടോ. അവിടെ ഒരു ബ്രഹ്മരക്ഷസിൻ്റെ സ്ഥാനമുണ്ട്. അപ്പോൾ ഇതാണ് മുച്ചിലോട്ടാവ്. അടുത്ത് കുളിച്ചിനാ? നമ്മളിങ്ങനെ കാവിൽ വരുന്നൊരു പ്രതീക്ഷ ഉണ്ടായിട്ട് അതുകൊണ്ട് അടുത്ത് കുളിച്ചിട്ടില്ല. ഞാൻ കുളിച്ചിന്, അതുകൊണ്ട് ഞാൻ കാവ് കയറലായി. മേൽപ്പന്തൽ നിർമ്മാണമെല്ലാം ഉണ്ട്.
അപ്പോൾ അതിൻ്റെ ഒരു ഫ്ലെക്സ് അടിച്ചിവിടെ വെച്ചേട്ടാ. ഇനിയിപ്പം കാവിൽ മെയിനായിട്ട് വേണ്ടത് മേൽപ്പന്തലാണ്. നമ്മളെ ചെമ്പലടിച്ച കാവാണ്. അതുകൊണ്ട് വെയിലും മഴയെല്ലാം ആകുമ്പോൾ ചെമ്പ് വേഗം പോയിപ്പോന്നുണ്ട് അത്രയും പെട്ടെന്ന് മേൽപ്പന്തലിടണം. അപ്പം അങ്ങനെ വിളക്കെത്തിച്ചു. പ്രതീക്ഷിക്കാണ്ട് ഇങ്ങോട്ട് വന്നേട്ടാ. ഇതിൽ നമ്മൾ നാട്ടിലെ ഏട്ടന്മാരാന്ന്. അതാ നമ്മളെ കാവിൻ്റെ കയകപ്പുരാട്ടാ. ഇത് തിടപ്പള്ളി കണ്ട തമ്പുരാട്ടിൻ്റെ ഫോട്ടോ. ഇത് ഞാൻ കഴിഞ്ഞ കളിയാട്ടത്തിനിട കാവിലേക്ക് സമർപ്പിച്ചേട്ടാ. 2 തമ്പുരാട്ടിൻ്റെ ഞാൻ ഫ്രെയിം ചെയ്തതാണ്. അലൂമിനിയത്തിൽ ഫ്രെയിം ചെയ്ത. ഇവിടെ നിന്നാണ് മുച്ചുട്ടമ്മേൻ്റെ തിരുമുടി നിവരുവാട്ടാ. ഇതാണ് കൈലാസക്കല്ല്. അപ്പം അങ്ങനെ നമ്മൾ കാവ് നേരെ വീട്ടിലേക്ക് പോക്കാന്ന്. അനിയന് കാവിലെന്തോ പണിയുണ്ട് പറഞ്ഞിട്ട് ഓനാടെ നിന്നു. ഞാൻ അടുത്തിനെയും കൂട്ടിയിട്ട് നടന്നിട്ട് പോക്കാട്ടാ. ഇവിടെ വയലിൻ്റെ സൈഡിലോട്ട് ഇങ്ങനെ പോയാൽ നമ്മളെ വീട്ടിലെത്തി. ഇവിടെ വയലുണ്ടാ, എല്ലാം കൃഷി നട്ടിട്ടുണ്ട്. പച്ചക്കറി കൃഷിയാണ് ഇവിടെയെല്ലാം ഉള്ളത്. പിന്നെ ഇതാ കൊക്ക് ഇല്ലേ, കൊച്ചാന്ന് പറയുന്ന സാധനം, ഒരു വൈറ്റ് കളർ ഉണ്ടാ. നമ്മളിവിടെ കൊക്ക് എന്ന് പറയും, കൊച്ചാന്ന് പറയും. നമ്മളുടെ നാട്ടില് കൊക്കറയാ? അടിപൊളി പേരാണല്ലോ, കൊക്കറ. അടിപൊളി. കർണാടകത്തിൽ കൊക്കറയെന്ന് പറയും പോലെ കേട്ടാ ഈ കൊക്കിന്. ഇതാ ഞാൻ പറഞ്ഞ സാധനം കേട്ടാ, കൊക്ക് അല്ലെങ്കിൽ കൊച്ചാന്ന് പറയും. അപ്പോൾ ഓക്കെ, നേരെ വീട്ടിലേക്കോട്ട്. പിന്നെ കാണാം, അടുത്ത വീഡിയോ കാണാം. അടുത്ത് ടാറ്റ പറയൂ. ബൈ ബൈ.